ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ അത് നമ്മളെ എത്രത്തോളം സന്തോഷവാനാക്കും, സന്തോഷവതികളാക്കും. അപ്പോൾ എനിക്കിതായി ഈ ഒരു ഗിഫ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാനിത് കണ്ടിരുന്നു, മേടിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പറ്റാതെ ഞാൻ തിരിച്ച് വന്നിട്ട് പിന്നെ എനിക്കിത് കൈ കിട്ടിയൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇതുപോലെ എൻ്റെ ലാപ്പ് ഒന്ന് ശരിയാക്കാനെ കൊണ്ട് ഷോറൂമിൽ പോയായിരുന്നു. അപ്പോൾ ആ വഴിക്ക് ഞാൻ മൈജിയിൽ ഓഫർ കണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫർ കണ്ടിട്ട് ഇതൊരു കോംബോ ഓഫറിന് കിട്ടിയൊരു സംഭവം കേട്ടോ. അപ്പോൾ അതാണ്ട് കോംബോ ഓഫർ കണ്ട് ഞാൻ അന്നേരം ചേട്ടനെ ഇതുപോലെ വിളിച്ച് പറഞ്ഞായിരുന്നു, ചേട്ടാ ഇതുപോലെ ഓഫറുണ്ട്, ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ച് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്കിൽ മേടിച്ച് തന്നാൽ മതി എന്ന്. അപ്പോൾ തന്നെ ചേട്ടൻ എന്നെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്കിത് എത്ര സ്പീക്കറും വാച്ചും ഒക്കെയാണ് വേണ്ടത്, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ആയിക്കോട്ടെ എന്ന് എഴുതി ഫോണൊക്കെ വെച്ചു. എന്നിരുന്നാലും വൈകിട്ട് വന്നപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഈ ഒരു കവറിലാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഇതിൽ പൊട്ടിച്ച് നോക്കുകയാണേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു, എന്തായാലും വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു നഷ്ടമായി പോയതല്ലേ. അങ്ങനെ താണ്ട സംഭവം രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സ്പീക്കറൊക്കെ ഞാൻ തിന്നുകയാണോ എന്നാണ് ചോദിക്കുന്നത്, കാരണം ഈ മേടിച്ച് കൂട്ടുന്നതിന്. അപ്പോൾ കഴിഞ്ഞ മാസം എനിക്കൊരു സ്പീക്കർ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടാതെ ഞാനിവിടെ ഓഫർ പ്രമാണിച്ച് കയറിയപ്പം ഇതും കണ്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കോംബോ ഓഫർ വാച്ച് ഉണ്ടെന്നറിഞ്ഞപ്പം നമുക്ക് എന്തായാലും അത് വാങ്ങണമെന്നൊരു തോന്നലുണ്ടാവല്ലോ. അപ്പോൾ അതാണ്ട് സംഭവം രണ്ടും കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി ആഗ്രഹിച്ചത് പ്രതീക്ഷിക്കാതെ എൻ്റെ കൈ കിട്ടിയപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.